പ്രളയവും കോവിഡും മഴയും ജിപ്തികളും കൊണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ശരാശരി മലയാളികൾക്ക് കൈത്താങ്ങായി കേരള സർക്കാർ കൊണ്ടുവന്ന ചരിത്രപരമായ കേരള റവന്യൂ റിക്കവറി ഭേദഗതി നിയമം 2024 എന്താണെന്ന് അറിയണമെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടാൽ പോരാ, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ബാങ്കുകളുടെ ഓമനയായ വിജയമല്യയും നീരവ് മോദിമാരും ഒഴികെ വായ്പാ കുടിശ്ശിക അടയ്ക്കാനുള്ളവരിൽ ഏറിയ പങ്കും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നട്ടം തിരിഞ്ഞ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരാണ്. ഇത്തരക്കാരുടെ കണ്ണുനീരിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത നിയമമായിരുന്നു കേരള റവന്യൂ റിക്കവറി ആക്ട് 1968. ഈ കരി നിയമത്തിന് ചരിത്രപരമായ ഭേദഗതിയോടുകൂടി അവസാനം വന്നു കഴിഞ്ഞു. ഒന്നാമതായി, ചെറിയ കുടിശ്ശികൾക്ക് നമ്മളെ വസ്തു മൊത്തമായും ജപ്തി ചെയ്യുന്ന കാടൻ സമ്പ്രദായം സെക്ഷൻ 36 ഭേദഗതിയോടുകൂടി ഇല്ലാതായി. ഇനി മുതൽ കുടിശ്ശിക തുകയ്ക്ക് ആനുപാതികമായ വസ്തു മാത്രമേ ജപ്തി ചെയ്യാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി, ഒരു വസ്തു ജപ്തി ചെയ്തെന്ന് കേട്ടാൽ ആ വസ്തു വാങ്ങാൻ ആളില്ലാതെ വരികയും വസ്തുവിന് വില കുറയുകയും ചെയ്യും. എന്നാൽ സെക്ഷൻ 44 വന്ന ഭേദഗതിയോടുകൂടി കളക്ടറുടെ അനുമതിയോടുകൂടി വസ്തുവിൻ്റെ ഉടമസ്ഥന് ജപ്തിയിൽ നിൽക്കുന്ന വസ്തുവാണെങ്കിൽ കൂടി അത് വിൽക്കാനും കഴിയും. മൂന്നാമതായി, ജപ്തിയിൽ ചെയ്തിരിക്കുന്ന ഒരു വസ്തു അതുവരെയുള്ള അതിൻ്റെ ഇൻട്രസ്റ്റും പ്രോസസ് ഫീയും 5 വർഷത്തിനകം ഒടുക്കി ആ വസ്തു ഉടമസ്ഥന് തിരിച്ചെടുക്കാൻ ഭേദഗതിയോടുകൂടി വന്ന സെക്ഷൻ 50A പ്രകാരം കഴിയും. ഈ കാലയളവിൽ സർക്കാരിന് വസ്തു കൈമാറ്റം ചെയ്യാനോ വസ്തുവിൽ മാറ്റങ്ങൾ വരുത്താനോ കഴിയുമില്ല. മൂന്നാമതായും അവസാനമായും ചരിത്രപരമായ ഭേദഗതിയാണ്. എല്ലാ മലയാളികളും വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. പവർ ഓഫ് റിവിഷൻ പറയുന്ന സെക്ഷൻ 83ൽ റവന്യൂ റിക്കവറി നടപടികൾ 1 വർഷത്തേക്ക് സ്റ്റേ ചെയ്യാൻ സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 83Aയും റവന്യൂ റിക്കവറി നടപടികൾക്ക് മൊറട്ടോറിയം നൽകാൻ സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 83Bയും ഇടപാട് തീർക്കാൻ കുടിശ്ശികക്കാരന് തവണ വ്യവസ്ഥ നൽകാൻ സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 83Cയും ഭേദഗതികളോടുകൂടി നടപ്പിലായി കഴിഞ്ഞു. വിപ്ലവത്തിൻ്റെ തുരുമ്പ് പിടിച്ച യന്ത്രങ്ങളിൽ എവിടെയോ എണ്ണ വീണു തുടങ്ങി. ഷെയർ ഇറ്റ് മാക്സിമം.